രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിത ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. അത് രാഹുൽ ഈശ്വറിനെതിരെ. രാഹുൽ ഈശ്വർ നിലവിൽ കസ്റ്റഡിയിലായിരിക്കുകയാണ്. അതിജീവിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ AR ക്യാമ്പിലെത്തിച്ചു. രാഹുൽ ഈശ്വറിന്റെ ഫോൺ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുക്കും. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെയും പ്രതി ചേർത്തു. ഇപ്പോഴിതാ കമലേഷ് തെക്കേക്കാട് കൂടി വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. കമലേഷ്, ഇതാ നമുക്കറിയാം, നിരവധി സാഹചര്യങ്ങളിൽ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ അതിജീവിതയെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള നിരവധി പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോഴിതാ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീതി, തീർച്ചയായും വൈകിട്ടോടുകൂടിയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ഇയാൾ താമസിക്കുന്ന വീട്ടിലെത്തി ചോദ്യം ചെയ്യലിനെ ഹാജരാകണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകണമെന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്ന് രാഹുൽ ഈശ്വറും ഭാര്യയുമാണ് നന്ദാവനത്തുള്ള AR ക്യാമ്പിൽ എത്തിയത്. നിലവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ തിരിച്ചു പോയിരിക്കുന്നു. രാഹുൽ ഈശ്വറിന്റെ ചോദ്യം ചെയ്യൽ നിലവിൽ AR ക്യാമ്പിനകത്ത് തുടരുകയാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 5 പേരെ പ്രതി ചേർത്തുകൊണ്ട് സൈബർ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നാം പ്രതിയായി ഇതിനകത്ത് ഈ മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ളത്. രണ്ടാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സുപ്രീം കോടതി അഭിഭാഷകയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫാണ്. ഇത് കേസിലെ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. അതുപോലെ തന്നെ 5ാം പ്രതിയായിട്ടാണ് രാഹുൽ ഈശ്വറിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ത്വരിതഗതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത്. ഏതായാലും രാഹുൽ ഈശ്വറിൻ്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൈബർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം രാഹുൽ ഈശ്വർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലേക്ക് രാഹുൽ ഈശ്വർ പല തരത്തിലുള്ള വീഡിയോകൾ ഉൾപ്പെടെ യൂട്യൂബിൽ ഉൾപ്പെടെ വീഡിയോകൾ ഉൾപ്പെടെ ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ ചർച്ചയിൽ പരസ്യമായി അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലേക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ച് മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ പ്രതി ചേർത്തിട്ടുള്ളത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച പരാതി അതിജീവിത നൽകിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ഇതിൽ പ്രധാനമായും പറയുന്നത് സന്ദീപ് വാര്യരെ കുറിച്ചാണ്. സന്ദീപ് വാര്യർ നേരത്തെ, അതായത് ഇവരുടെ വിവാഹ ഫോട്ടോ ഉൾപ്പെടെ നേരത്തെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ആ ഫോട്ടോ വീണ്ടും റീഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് വീണ്ടും അത് റീഷെയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതാണ് അതിജീവിത എന്ന് പറയുന്ന അവരുടെ ഐഡന്റിറ്റി ഉൾപ്പെടെ വെളിപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടൽ സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സന്ദീപ് വാര്യർ പങ്കുവച്ച ഈ ചിത്രമാണ് വ്യാപകമായി ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി മറ്റ് സൈബർ ഹാൻഡിലുകളെല്ലാം, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം ഉപയോഗിക്കുന്നത് എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ 5 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് സൈബർ പോലീസ് കടക്കുകയാണ്. ഏതായാലും AR ക്യാമ്പിനകത്ത് നിലവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശ്രീനിധി. തീർച്ചയായും കമലേഷ് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, പെൺകുട്ടി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് മൊഴി നൽകിയത് മുതൽ, പരാതി നൽകിയത് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്താങ്ങുന്ന സൈബർ പടകൾ ആ പെൺകുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാന കാര്യം തന്നെയാണ് രാഹുൽ ഈശ്വറും ചെയ്തു വെക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പെൺകുട്ടിയുടെ ചിത്രം പങ്കുവെക്കുന്നു. കമലേഷ് പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നു. മാത്രമല്ല, അതിൽ പ്രധാനപ്പെട്ട കാര്യം, പെൺകുട്ടിയെ എങ്ങനെയൊക്കെ വ്യക്തിഹത്യ ചെയ്യാം, അങ്ങനെയൊക്കെ നിരവധി ചാനൽ ചർച്ചകളിൽ എത്തി രാഹുൽ ഈശ്വർ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. കമലേഷ്. അശ്വതി, തീർച്ചയായും ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലൊരു നടപടി സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് മാതൃകാപരമായ നടപടി സൈബർ പോലീസ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. വലിയ നിലയിലുള്ള വളരെ സംഘടിതമായ ആസൂത്രിതമായ ഒരു ആക്രമണമാണ് സൈബർ ഇടങ്ങളിലെല്ലാം ഈ അതിജീവിതയ്ക്കെതിരെ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ടും അതേസമയം ഈ അതിജീവിതയുടെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുമുള്ള പലതരത്തിലുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള
നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ, അതായത് കോൺഗ്രസ്സുകാർ നിയന്ത്രിക്കുന്ന പലതരത്തിലുള്ള സൈബർ ഹാൻഡിലുകളാണ് ഇത്തരത്തിൽ ഈ അതിജീവിതയെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലും അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവരാണ് മുൻകൈയെടുത്ത് ഇത് വളരെ വ്യാപകമായി ഇതിന് പ്രചരണം നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള രഞ്ജിതയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. 1-ാം പ്രതി രഞ്ജിതയാണ്. അതിനുശേഷമാണ് ഈ ദീപ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ അഡ്വക്കേറ്റാണ്, അവരും ഇതുപോലെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലുള്ള പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള ആളാണ്. അവർക്കെതിരെയുമാണ് കേസെടുത്തുള്ളത്. മറ്റൊരു ദീപ ജോസഫ് കൂടിയുണ്ട്. അവരാരാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 ദീപ ജോസഫ്മാരുണ്ട് ഈ പ്രതിപട്ടികയിൽ. അതോടൊപ്പമാണ് പിന്നീട് 4-ാം പ്രതിയായി സന്ദീപ് വാര്യരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5-ാം പ്രതിയായി രാഹുൽ ഈശ്വറിനെയും ഉൾപ്പെടുത്തുന്നു. ഇവർ രണ്ടുപേരും വലിയ നിലയിലുള്ള ഒരു അധിക്ഷേപം ഈ അതിജീവിതയ്ക്കെതിരെ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് സൈബർ പോലീസിന് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതി ഇന്നലെയാണ് ലഭിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പ്രാഥമികമായ ഒരു പരിശോധന പൂർത്തിയാക്കി അതിനുശേഷമാണ് ഈ കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 4 URL ഹാൻഡിലുകൾ, അതായത് URL ID-കൾ വെച്ചാണ് ഇപ്പോൾ നിലവിൽ ഈ കേസ് എടുത്തിട്ടുള്ളത്. അതിൽ ഈ രാഹുൽ ഈശ്വറിൻ്റെ വ്ളോഗ് ഉൾപ്പെടെ ചെയ്യുന്ന ഈ യൂട്യൂബ് വീഡിയോ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു URL ID ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ വളരെ നിർണായകമായ ഒരു ഇടപെടൽ സൈബർ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതിനകത്ത് ഉടൻ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റ് ഉണ്ടായേക്കും എന്ന കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഭാര്യയോടൊപ്പമാണ് രാഹുൽ ഈശ്വർ എയർ ക്യാമ്പിൽ എത്തിയത്. നിലവിൽ ഇപ്പോൾ ഭാര്യ തിരിച്ചു പോയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ ഇവിടെ തന്നെ തുടരുകയാണ്. അതിനർത്ഥം സ്വാഭാവികമായും രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. ആ നിലയിലേക്കുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ കഴിയും. ശ്രീനിധി, തീർച്ചയായും അതിവേഗ നടപടിയിലേക്കാണ് സൈബർ പോലീസ് കടന്നിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസിന്റെ ഈ ഒരു അതിവേഗ നടപടി. രാഹുൽ ഈശ്വറിനെ AR ക്യാമ്പിലെത്തിച്ചു. ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, രാഹുൽ ഈശ്വറിന്റെ ഫോൺ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതോടൊപ്പം തന്നെ രാഹുൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടി പിടിച്ചെടുക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസുണ്ടായിരുന്നു. നിരവധി കാര്യത്തിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു, ചിത്രങ്ങൾ പരസ്യപ്പെടുത്തുന്നു. മാത്രമല്ല, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെയും ഈ വിഷയത്തിൽ പ്രതി ചേർത്തിരിക്കുന്നു. കേസിൽ 1-ാം പ്രതിയായിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുഴിക്കൻ കൂടിയാണ്. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.